ഹലോ, നമ്മളിന്ന് ഒരു നെക്ക് ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ തന്നെ നെക്കിൽ ഡിസൈൻ വരച്ചിട്ടുണ്ട്. ഇതേപോലെയുള്ള ഡിസൈനുകളെല്ലാം ഒരേപോലെ ആവണമെന്നില്ല. ഒരു റെഗുലർ ഷേപ്പിൽ ഇതുപോലെ വരച്ചെടുക്കണം നമുക്ക്. പിന്നെ ഈ ഒരു ഡിസൈനിൽ നമുക്ക് ചെയ്യാൻ വേണ്ടുന്ന സാധനങ്ങൾ ഇത് നമ്മുടെ സെറി ത്രെഡാണ്. സെറി ത്രെഡ് ഗോൾഡൻ കളർ സെറി ത്രെഡ് വേണം. അതേപോലെ ഇത് ഗ്രീൻ കളർ ഷുഗർ ബീഡും അതുപോലെ ഗോൾഡൻ കളർ ബീഡും കൂടെ, ഗ്രീൻ കളറും ഗോൾഡൻ കളറും ബീഡ്സ് മിക്സ് ചെയ്തതാണ്. ഇതേപോലെ ഒരു മുന്തിരി കളറ് ബീഡും അതുപോലെ ഗോൾഡൻ ബീഡും കൂടെ അങ്ങനെ മിക്സ് ചെയ്തതാണ് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇത് ഒട്ടിക്കാനായിട്ടുള്ള ഫാബ്രിക് ഗമ്മാണ്. ഇത്രയും സാധനങ്ങളാണിട്ട് നമുക്കിത് ചെയ്യാൻ ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ ഏത് 2 കളറ് ബീഡ്സ് എടുക്കുക, അതിൻ്റെ കൂടെ ഗോൾഡൻ കളർ ബീഡ് മിക്സ് ചെയ്തതാണ് മെയിനായിട്ട് നമുക്ക് ആവശ്യം. അപ്പോൾ ആദ്യം നമുക്ക് ഈ സെറി ത്രെഡ് ഇതുപോലെ 2 ഇഴയാക്കി എടുത്ത് നടുവേ മടക്കണം. അപ്പോൾ നമുക്കിങ്ങനെ 4 ഇഴ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ബോർഡർ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാതും ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ബീഡ്സ് ഒട്ടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് നല്ല തിക്കായിട്ട് ബീഡ്സ് ഒട്ടിക്കണം. നന്നായിട്ട് ഫാബ്രിക്കും അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കാം. നല്ല തിക്കായിട്ട് ഇടുന്നു കേട്ടോ ബീഡ്സ് ഇടുമ്പോൾ. ഇനി നമുക്ക് ഇതിൽ നമ്മുടെ ഗ്രീൻ ബീഡും കൂടെ നേരത്തെ ചെയ്തതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ നിൽക്കുന്ന ബീഡ്സൊക്കെ കളയാം കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാ ലിപ്പും ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം, കൂടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. താങ്ക് യു.